ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട്ടിലാണെങ്കിൽ മെയിനായിട്ട് സെർവറിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാമായിരിക്കും, നമ്മളൊരു ഹൗസ് ബോട്ട് ഉണ്ടാക്കിയിരുന്നു, അതാണ് അവിടെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ സെർവറിലുണ്ടായി പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ ഒരു സ്പോണർ ഞാൻ കണ്ടുപിടിച്ചിരുന്നു. അത് ഞാൻ അയൺ മൈൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ കേവൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഞാൻ സ്പോണർ കണ്ടുപിടിച്ചു. അതും അതേപോലെ നമ്മൾ ഈ സെർവറിൽ കുറച്ച് പ്രോഗ്രസ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാവുക. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ സെർവറിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യത്തെ നമ്മളിവിടെ മെല്ലിന് കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കുറച്ച് ഷുഗർ കേൻ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നീട്ടി നട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കാര്യങ്ങൾ വീറ്റ് കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായ അതേപോലെ തന്നെയാണ്. പക്ഷേ കാണിച്ചു തരാം. ഇതിന് ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നമ്മളൊരു പാത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, കുറച്ച് വിട്ടു പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടൊരു പാത്ത് കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഒരു പോർട്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പോർട്ടിൽ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ നമ്മൾ ബേസിലോട്ട് പോകാനുള്ള ഒരു പാത്താണ്. പിന്നെ അതിൻ്റെ സൈഡിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ക്യാരറ്റാണ്, നമുക്ക് വില്ലേജസിന് കാര്യം ട്രേഡ് ചെയ്യാൻ വേണ്ടി ക്യാരറ്റ് കാര്യങ്ങൾ കൂടി നട്ടിട്ടാണ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഷുഗർ കേൻ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ നട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ മനസ്സിലാവും. ഞങ്ങൾ മറ്റേ സ്ട്രിങ് ഉണ്ടല്ലോ, സ്ട്രിങ് ഫാം ചെയ്യുന്നുണ്ടല്ലോ, ഇത് ഗ്ലിച്ച് ഉപയോഗിച്ചാണ്ട് അത് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ അത് വർക്കാവുന്നില്ല. ഇത് ബെറ്ററൊക്കെ ജാവ സെർവർ ആയതുകൊണ്ടാവാം ചിലപ്പോൾ വർക്കാവുന്നില്ല. പിന്നെ ഈ കേവ് കാര്യങ്ങളൊക്കെ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം ഇതിനപ്പുറത്തേക്കാണ് ഒരു പ്ലെയറിൻ്റെ ബേസ് ഉള്ളത്. ഞങ്ങൾ ഏതാണ്ട് അയൽവാസി പോലെയാണ്, കാരണം എൻ്റെ ബേസ് ഇവിടെയാണെങ്കിൽ അവൻ്റെ ബേസ് അവിടെയാണ്. സെപ്തിറത്താണ് പ്ലെയറിൻ്റെ പേര്, അപ്പോൾ അവിടെയാണ് അവൻ്റെ ബേസ് ഉള്ളത്. ഇനി നോക്കുകയാണെങ്കിൽ കുറച്ച് ഇങ്ങോട്ടാണ്, അടിയിലോട്ടാണ്. അപ്പോൾ ഇവിടെ അടിയിലോട്ട് ഒരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. ഇതിൽ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ, ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലാക്ക് ഷീപ്പ് ഉണ്ട്. ഷീപ്പ് എന്തിനാണ് ഇങ്ങോട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ കളിച്ചപ്പോൾ നമ്മൾ വില്ലേജസിനെ കൊടുന്നു ബ്രീഡർ ഉണ്ടാക്കാൻ. അങ്ങനെ കൊടുന്നപ്പോൾ ഈ ഷീപ്പിന് അപ്പോൾ ബെഡ് ആണല്ലോ, അപ്പോൾ ബെഡ് കാരണം ഷീപ്പിനെ തപ്പി ഞാൻ ഷെയർ കാര്യം ചെയ്തപ്പോൾ ഇതിന് ഷെയർ ചെയ്ത് ഒരു മിനിറ്റ് പോലെ ആയില്ല, വീണ്ടും ഇതിൻ്റെ ഇതുണ്ടല്ലോ സ്കിന്ന് വീണ്ടും റീജനറേറ്റ് ആയി. കണ്ടോ, തിന്നാണ്ടോ? അങ്ങനെ ഈ പുല്ല് ആരെങ്കിലും പെട്ടെന്ന് തിന്നുക. അതായത് ഇതിനെ വെച്ച് വേണമെങ്കിൽ ഒരു എഫിഷ്യൻറ്റ് ഫാം വരെ ഉണ്ടാക്കുക ഈ ഒറ്റ ഷീപ്പിനെ വെച്ച്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ബോട്ടിൽ ഇങ്ങോട്ട് കൊടുന്ന്, നമുക്ക് ആവശ്യം വരില്ല ബെഡ് ആണെങ്കിൽ, അതിന് വേണ്ടിയാണ്. പിന്നെ ഇതാണ് ഇതിനുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത്, താൽക്കാലികം ബ്രീഡർ ആൻഡ് ട്രേഡിങ് സെറ്റപ്പാണ്. ബ്രീഡർ ആൻഡ് ട്രേഡിങ് സെറ്റപ്പ്, ഇതാണ് നമ്മളെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഫോർച്യൂണാണ് തോന്നുന്നു. അതെ ഫോർച്യൂണാണ്. ഫോർച്യൂൺ 3 22 എമറാൾഡ് ഒരു ബുക്കിന് കൊടുത്ത് തന്നെ കിട്ടും. പിന്നെ ഇത് ബ്രീഡറാണ് ചോദിക്കുന്നവർക്ക്, ഇതിനെക്കുറിച്ച് അറിയാത്തവരായിരിക്കും അങ്ങ് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഓൾഡ് മോഡലാണ്, അതായത് പണ്ടത്തെ ബ്രീഡറാണ്. സിമ്പിളാണ്, നല്ല എഫിഷ്യൻറ്റുമാണ്. ഇപ്പോഴത്തെ ബ്രീഡറെ നിങ്ങളൊക്കെ കാണുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് സെപ്പിത്തറ തന്നെ അവൻ്റെ ബേസിലുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ബെഡ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, കാരണം ബ്രീഡ് ചെയ്യാൻ വേണ്ടി ബെഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ ടൂൾ സ്മിത്ത്. നെറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു പോയിരുന്നു, അത് റേഞ്ച് കാര്യങ്ങളൊക്കെ പോയി. ആക്കെ റെഡി ആയി വന്നപ്പോൾ തന്നെ കുറേ ടൈം എടുത്തു. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞു ടൈം ലാപ്സ് കണ്ടിട്ട് ഏരിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് ഇത് കണ്ടോ, പത്ത് കാര്യങ്ങളുണ്ടോ, ഞാൻ എന്ത് ചെയ്ത് സ്പോണർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഫയൽ തുറന്ന് നോക്കിയപ്പോണ്ട് റെക്കോർഡ് ആയിട്ടില്ല. പിന്നെ റീപ്ലേ മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ആ റീപ്ലേ മോഡ് കാര്യങ്ങൾ കണ്ടുതരും, നമ്മൾ ഫാം ഉണ്ടാക്കട്ടെ. അപ്പോൾ ലെറ്റ്സ് ഗോ ടൈം ലാപ്സ്.
സോംബീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ബേസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്പോണർ കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ആദ്യം ഇവിടെ വൈ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വൈ കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് പാത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ മോഡൽ കണ്ടുണ്ടാവും. അപ്പോൾ ഇതിലൂടെ പോയിട്ടാണ് നമ്മളോട് എന്തുള്ളത് സ്പോണർ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ എൻ്റെ ഇൻവെൻട്രിയിലൊന്നുമില്ല. പിന്നെ ഇതിലെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇതിൽ AFK നിന്നു. ഇതിൽ AFK നിന്നപ്പോൾ ഞാൻ ഇതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കാൻ മറന്നുപോയി. ഞാൻ ചത്ത് ഐറ്റംസ് റീസ്പോണായി. അങ്ങനെ എൻ്റെ ഐറ്റംസ് മൊത്തം പോയി. എന്നാലും കുഴപ്പമില്ല, അത്ര വലിയ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു കൈക്കൽ. ഓപ്പർ അതേപോലെ പിന്നെ കുറച്ച് ഫുഡ് അങ്ങനെയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോണർ. ഇവിടേക്ക് ഇതിക്ക് ചാടിക്കഴിഞ്ഞാൽ അടിക്കെത്താൻ പറ്റും. അതിക്കൂടെ പൊന്തി വരിക, കണ്ടോ, അവിടെ പൊന്തി വരിക, ഇതിക്കൂടെ ചാടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ചാടാം. അപ്പോൾ ഞാൻ ഷെയ്ഡർ ഓഫാക്കാണ്. സോംബീസ് വരുമ്പോൾ ലാഗ് അടിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ സ്പോണർ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ സ്പോണറിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് വെച്ചിട്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മളിവിടെ വെറുതെ AFK നിന്നാൽ മതി, ഒരു ചത്തോളൂ. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എക്സ്പി കിട്ടില്ല. ചത്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പി കിട്ടത്തില്ല ഇതായതുകൊണ്ട്. അതായത് നമ്മൾ കൊല്ലാണെങ്കിൽ എക്സ്പി കിട്ടും, കൂടെ ഈ ഹെഡും കിട്ടും. കണ്ട, റോട്ടോ ഫ്ലഷ് കിട്ടി, എക്സ്പി കിട്ടിയില്ല. അപ്പം അതാണ് ഇതിൻ്റെ പ്രശ്നം. പക്ഷെ നമ്മൾ കൈകൊണ്ട്, അതായത് നമ്മൾ വാള് കാര്യങ്ങൾ കൊല്ലാണ് നമുക്ക് എക്സ്പി കിട്ടും. ഇപ്പോൾ രണ്ട് ഉപകാരമുണ്ട്. എക്സ്പിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, പിന്നെ ലൂട്ടിന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ ഇത് നമ്മൾ പ്ലഗിനാണ് കാണിച്ചു തന്നല്ലോ. പിന്നെ അല്ല, ഇവിടെ AFK നിന്നാൽ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. നല്ല രീതിയിൽ തന്നെ സോംബി കാര്യങ്ങൾ സ്പോണായി നല്ല രീതിയിൽ തന്നെ നമുക്ക് റോട്ടോ ഫ്ലഷ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ട്രേഡിംഗ് ഹാൾ കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്കാണ് നെറ്റ് അടിച്ചു പോയത്. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ട്രേഡിംഗ് ഹാളിലേക്ക് പോവുക, നിങ്ങൾ കണ്ടുണ്ടാവും. അപ്പോൾ ഇതിലൂടെ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു Fortune 3. പിന്നെ ഇവിടെ നമ്മൾ വില്ലേജേഴ്സ് ഉണ്ട്, അത് മറ്റേ ഫാം വില്ലേജർ ഉണ്ട്. ഗോൾഡൻ ക്യാരറ്റ് കിട്ടും. എത്ര, ഒരു ഡയമണ്ട് അല്ല, ഒരു എമറാൾഡ് അല്ല, 3 എമറാൾഡിന് ഗോൾഡൻ ക്യാരറ്റ് കിട്ടും. പിന്നെ ഇതാണ് നമ്മളെ സിൽക്ക് ടച്ച്. പിന്നെ ഇത് ടൂൾ സ്മിത്ത് തോന്നുന്നു. അതെ, ടൂൾ സ്മിത്താണ്. കണ്ടോ, ഇത് രണ്ടും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. എൻ്റെ ബേസിലുണ്ട്, മറ്റേ ടെൻറ്റിലുണ്ട്. പിന്നെ അടിയിലോട്ടാണ് ഇനി മെയിനായിട്ടുള്ള ട്രേഡ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഫസ്റ്റ് തന്നെ ഇതേതാ, ഫയർ ആക്സെപ്റ്റ് തോന്നണോ നോക്കാം. ഇത് ഫയർ ആക്സെപ്റ്റ്. ഇത് ആർമർ വാങ്ങാൻ വേണ്ടി നമ്മൾ വെച്ചാണ് ആർമറിനെ. പിന്നെ അപ്പോൾ ഇതാണ് ഫ്ലെയിം. പിന്നെ ഇത് നമ്മൾ ടൂൾസ് അല്ല, നമ്മൾ വെപ്പൺ സ്മിത്താണ്. ഒരു ആക്സും പിന്നെ ഒരു ഡയമണ്ട് സ്മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതേതാ, ഷാർപ്പ്നെസ് 5 ആണ് ഇത്. പിന്നെ ഇതേതാ, ഇത് പ്രൊട്ടക്ഷൻ 4 ആണെന്നാണ്. പ്രൊട്ടക്ഷൻ 4 സ്പോൺ എടുത്ത റോട്ടോ ഫ്ലാഷ് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് എന്തിനാണ് എടുക്കുന്നത് വെച്ചാൽ ട്രേഡ് ചെയ്യാനാണ്. ഇത് 2 റോട്ടോ ഫ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എമറാൾഡ് കിട്ടും. അങ്ങനെ ട്രേഡ് ചെയ്യാനും. പിന്നെ ഈ വില്ലേജിൽ നമുക്ക് ട്രേഡ് ലെവലപ്പാക്കി മാക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എൻ്റർപ്രൈൽ കിട്ടും. പിന്നെ ഇതാണ് മെൻഡിങ് തോന്നുന്നു. അതെ, മെൻഡിങ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രേഡിങ്ങുള്ളത്. ബേസ് നൈറ്റ് കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ബെഡ് പോയി കിടക്കാം, എന്നിട്ട് സെപ്തിരത്തിൻ്റെ ബേസിൽ പോവാം. ഇവിടെ എൻ്റെ ബേസ് ആണെങ്കിൽ ഇതിനപ്പുറത്ത് വാഗോൻ്റെ ബേസ്, ഇതിനപ്പുറത്ത് സെപ്തിരത്തിൻ്റെ ബേസ്. ഇത് സെപ്തിരത്തിൻ്റെ ബേസിലോട്ട് പോകാനുള്ള വഴിയാണ്. ഇതാണ് സെപ്തിരത്തിൻ്റെ ബേസ്. ഓൻ്റെ ബേസിൽ അയൺ ഫാം ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇവിടെ ഫാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓൻ്റെ ബ്രീഡർ. ഇതിൽ ഇഷ്ടംപോലെ വില്ലേജസ് ആണ്, കണ്ണത്തന്നെ ഇഷ്ടംപോലെ വില്ലേജസ് ആണ് ഇതിലുള്ളത്. പക്ഷെ ലാഗൊന്നുമില്ല കേട്ടോ, കുറേ വില്ലേജസ് ഉണ്ടായിട്ട്. പിന്നെ അവൻ്റെ നെതർ പോർട്ടൽ, ഞങ്ങളെ വേൾഡിൽ ആദ്യത്തെ നെതർ പോർട്ടലാണ്. അത് അവൻ്റെ ബേസിലാണ്. പിന്നെ അവൻ്റെ സെറ്റപ്പ്, പിന്നെ കോയി ഫാം ഉണ്ടോ, ഇത് കുക്കഡായിട്ട് കിട്ടുന്ന കോയി ഫാമാണ്. വലിയ എഫിഷ്യൻ്റ് അല്ല, പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഇതാണ് അവൻ്റെ നെതർ പോർട്ടൽ. ഇതവൻ്റെ ബേസാണോ, അതായത് അവൻ്റെ വീടാണോ അറിയത്തില്ല. ഇതുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതുള്ളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അവന് ബ്രിക്ക് കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊരു ടണൽ പോലെ ഉള്ളിലോട്ട് കുഴിച്ച് പോയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോ, സ്റ്റോറേജ് ഏരിയയാണ് അവൻ്റെ. അപ്പോൾ ഈ സ്റ്റോറേജ് ഏരിയ ഫുള്ള് പെട്ടി കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ലൈറ്റ് കാര്യങ്ങൾ നല്ല അടിപൊളി ബിൽഡാണ്. അപ്പോൾ ഇതാണ് അവൻ്റെ ബേസ്. ഇതിനപ്പുറത്തേക്ക് പിന്നെ വാഗോൻ്റെ ബേസാണ്, ഞാൻ കാണിച്ചു തരാം.
വാഗന ബേസ് പ്രത്യേകിച്ച് ഇപ്പോൾ പണിഞ്ഞിട്ടില്ല. ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുള്ളൂ വാഗന ബേസ്. അല്ല ഇത്ര നേരം അവനക്ക് എന്ത് പണിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് ഹാള് 7% ട്രേഡിംഗ് ഹാളിൻ്റെ 7% പണി അവനെ ചെയ്ത്. ഞാൻ വെറും 30% അതിൽ മെനക്കെട്ടിട്ടുള്ളൂ. ബാക്കി ഫുള്ളും അതായത് ഈവല്ല വേണേ 80-90 തന്നെ അറിയാം ഫുള്ളും അവനെ ചെയ്തിട്ടുള്ളത്. കാരണം ഇതാണ് വാഗോൻ്റെ ബേസ്. അപ്പോൾ ഞാൻ ബ്രീഡർ ആനകൾക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്ലേയേഴ്സ് ആരെങ്കിലും വന്നിരുന്നു. അപ്പോൾ അവരെ കൂടെ കുറച്ച് നേരം കളിച്ച മറ്റേ വോയിസ് ചാറ്റൊക്കെ ചെയ്തുകൊണ്ട് കളിച്ച കുറച്ച് ക്ലിപ്സ് ഉണ്ടായിരുന്നു. കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ വേണേൽ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ആ ക്ലിപ്പ് കണ്ടിട്ട് വരി. ഓ ഡാർക്ക്നെസ് 5 ഇങ്ങനത്തെ പ്രൊട്ടക്ഷൻ 4 ഫയർ അപ്പ് സെറ്റ് വേണം. ഒരു സോഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. ഒരു സോഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. ഓഫ് ഇവിടെയൊക്കെ ഗുഹയാണ്. ഗുഹയൊക്കെ മൂടിയിട്ട് പണിയാണ്. ഓക്കെ ഓക്കെ. അല്ല ജോടെ നീ എവിടെ? നീ എവിടെ? നീ എവിടെ? വില്ലേജിലേക്ക് നടക്കുന്ന വഴി. മറ്റേ സ്പോണത്തോ വില്ലേജോ? 6, 7, 8, 9. ഉടൻ പരിപാടി ഒരു ബേസ് ഉണ്ടാക്കാം. എന്റെ ബാക്കിൽ കണ്ട എന്നെ കാണാൻ പറ്റുന്നുണ്ട്. വച്ചിട്ടുണ്ട് അങ്ങനെ കുട്ടി ചോമ്പി. കുട്ടി ചോമ്പിയുടെ തല ഏറ്റവും സൂക്ഷിച്ചു വെച്ചല്ലേ. കഷ്ടപ്പെട്ട പണി കഴിക്കുന്നത്. നീ അയച്ചൊക്കെ ഉണ്ടോ? ഫുൾ എഫിഷ്യൻസി, അൺബ്രേക്കിംഗ് 3, എഫിഷ്യൻസി 3, വെൻഡിങ് 1, എല്ലാ ടൂൾസും വെൻഡ് ചെയ്ത് 2. ഭാഗ്യത്തിന് എടുക്കുന്ന എവിടെ നിനക്കും കൂടെ വേണോ ഈ വീട്? ഞാൻ പണിയാ വീട് നിനക്ക് വേണോ? എനിക്ക് വേറെ പണിയുന്നുണ്ട്. പണിയാൻ പ്ലാൻ ചെയ്താണ്. വേറെ വീടും ഒരു ടവർ. എന്നാ എനിക്ക് സഹായിച്ചോ? ഓക്കെ ഞാൻ വരാം. ഞാനിതാ വരും. എന്താ ചെയ്യേണ്ടത് പറയൂ കോൺട്രാക്ടർ. സർക്കിളാ? സർക്കിൾ അല്ലടാ, ഇതിന്റെ ഹെക്സഗൺ മോഡലാണ്. ഈ കട്ട ഇട്ടില്ലേ ഇങ്ങനെ ഇതേപോലെ തന്നെ താഴേക്ക് കുടിക്കണം. ചെസ് ബോർഡ് പോലെ മനസ്സിലായില്ല? ഈ മല അങ്ങോട്ട് ഇടിച്ചിറക്കണം. താഴെ പറ്റോ സക്കീർ ഭായെ കൊണ്ട്? എന്താ ഒന്നുമില്ല. ഇത് നേരെ അടിക്ക് ഇറക്കുക. അല്ല അടിക്ക് അടിച്ചു താത്തുക. ഈ മല അടിച്ചു നിരത്തുക. ഇപ്പൊ ജിട്ട ഈ അടയാളത്തിൽ അനുസരിച്ച്
എത്ര അടിക്ക്? ഫസ്റ്റ് ഒരു ലെയർ വെച്ച് താഴേക്ക് പോവുക. ഇതിന്റെ അടി ഫുള്ളി ഇങ്ങോട്ട് കുടിച്ചോ. ഇതൊരു കട്ട മാത്രം പൊട്ടിക്കരുത്, ഞാൻ പണിഞ്ഞു വെച്ചേക്കണം. ബാക്കി എല്ലാം ഐ മീൻ ഡേർട്ട് മാത്രം പൊട്ടിക്കുക. കട്ടയെന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റോണല്ല, ഈ സൈഡിൽ മതിലിപ്പില് കൊടുത്തിട്ടില്ലേ ഞാൻ, അതൊന്നും പൊട്ടിക്കളരുത്. ബാക്കി എന്തും അടിയിലുണ്ടായി പൊട്ടിച്ചു. എന്റെ അടുത്ത് ടൂൾസ് ഇല്ലേ, ഡയമണ്ട് സാധനം ഒന്നും ഇല്ല. ഇത് പിടി. എമറാൾഡ് ഉണ്ട് എന്റെ അടുത്ത്, എനിക്കെന്ത് വാങ്ങാൻ. ഞാൻ ഓക്കെ. അയനുണ്ടോ? അയണ് ഷവലുണ്ടാക്കാൻ അയണ് അതിനുണ്ടാവുന്ന ഷവല്, ഒരു ഷവല് വേണം. എമറാൾഡ് എന്താ മതിയോ? എമറാൾഡ് ഇല്ലല്ലോ എന്റെ കയ്യിൽ. എമറാൾഡ് എന്നിട്ട് നൈസായിട്ട് അയൺ എടുത്തിട്ട് ഷവല് വാങ്ങും. ഓക്കെ, ഷവല് വാങ്ങാൻ പറ്റിയ ഷവല് കിട്ടും, ഷവല് വാങ്ങും. ഓക്കെ ഓക്കെ. കോപ്പി ഫ്ലേവർ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? ട്രേഡ് എന്തെങ്കിലും ട്രേഡ് ചെയ്യാൻ പറ്റൂല, പക്ഷെ മറ്റേ നമുക്ക് ഇത് ബോണവിലോ കിട്ടും, എന്നാ ബോണിലും കിട്ടും. അത്ര പണിയാണ്, ചടങ്ങാണ്. മൂട്ടി എന്തെങ്കിലും അടിച്ചോണ്ടിരിക്കും. ആറ് എമറാൾഡ് അത്ര കിട്ടിയുള്ളൂ. മരം വെട്ടി നോക്കിയ മരം വെട്ടി. ഓക്കെ ഓക്കെ, നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു എടുത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങൾ വീഡിയോയിൽ നല്ല സപ്പോർട്ടാണ് തന്നിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൈനായിട്ട് സെർവറിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നല്ലൊരു വ്യൂസ് ആണ് കിട്ടിയിരുന്നത്. 200 മേലൊക്കെ വ്യൂസ് പോയിരുന്നു. പക്ഷേ ലൈക്ക് കാര്യങ്ങൾ കുറവായിരുന്നു, അതുപോലെ കമൻറ്റ് കാര്യങ്ങൾ കുറവായിരുന്നു. എന്നാൽ വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സും കുറവായിരുന്നു. അതെന്തുകൊണ്ടെന്ന് അറിയത്തില്ല. വീഡിയോ കാണുന്ന അധികം ആൾക്കാരും ലൈക്കും ചെയ്യുന്നില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല നഷ്ടപ്പെടണമെന്നില്ല, എന്നാൽ എനിക്ക് വലിയൊരു പ്രോത്സാഹനമായിരിക്കും. അതല്ല, എനിക്ക് വീഡിയോ ഞാൻ വീഡിയോ ഇടാൻ വൈകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ നോക്കുമ്പോൾ തന്നെ വ്യൂസ് ഉണ്ടെങ്കിൽ പോലും സബ്സ്ക്രൈബേഴ്സും അയ്യോ ഒന്നും വെച്ചിട്ടില്ല. ഓക്കെ, ജസ്റ്റ് വീഡിയോ പൊട്ടി. ഓക്കെ, തുടങ്ങാം. വീഡിയോ നോക്കുകയാണെങ്കിൽ ലൈക്ക് കാര്യങ്ങൾ കുറവായിരിക്കും, വ്യൂസ് ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും, വീഡിയോ എടുക്കാൻ ഒരു മൂഡ് ഉണ്ടാകത്തില്ല. എന്നാലും നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എപ്പോഴും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ബൈ.